നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 70 വയസ്സായിരുന്നു. മലയാളികളുടെ നാവിൽ ഇന്നും മധുരമായി ഒഴുകുന്ന സംഗീതം സമ്മാനിച്ച കലാകാരൻ. 1980കളിലും 90കളിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന അതുല്യ പ്രതിഭ. മനസ്സിൽ ഓർമ്മകളുടെ ഒരു പിടി നല്ല ഗാനങ്ങൾ SP വെങ്കിടേഷിലൂടെ നമ്മൾ ആസ്വദിച്ചു. സാഹിത്യവും സംഗീതവും ഒരുപോലെ ഇഴചേർന്നതായിരിക്കണം ഗാനങ്ങൾ എന്ന് ശാഠ്യമുള്ള പ്രതിഭാധനനായിരുന്നു വെങ്കിടേഷ്. സ്വന്തം പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ സംഗീത പാരമ്പര്യത്തിലൂടെ സ്വന്തം കഴിവുകൾ തേച്ചുമിനുക്കി കേൾവിക്കാരുടെ മനസ്സിൽ ഇടം നേടി അദ്ദേഹം. ഗിത്താർ, മാഞ്ചോ, മാൻഡലിൻ എന്നിങ്ങനെ ഓർക്കസ്ട്രകളും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന പ്രതിഭ. 1971 സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1981 സ്വതന്ത്ര സംവിധായകനായി. പിന്നീടങ്ങോട്ട് സംഗീതത്തിന്റെ മറ്റൊരു തലത്തിലൂടെയാണ് സംഗീത ആസ്വാദകരെയും ചേർത്ത് അദ്ദേഹം സംഗീത സബര്യ തീർത്തത്. തെലുങ്കിലും തമിഴിലും ഹിറ്റുകൾ സമ്മാനിച്ചു. കേച്ചേരി മത്തനങ്ങാടിയിൽ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. മദ്യവിൽപ്പന പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഓട്ടോറിക്ഷ ഇടിച്ച് വീഴ്ത്തി പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മഴുവഞ്ചേരി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ അരിയാമ്പുറത്ത് വീട്ടിൽ ശ്രീജിത്തിനെ കുന്നംകുളം എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ KU ജിതിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10:45 മഴുവഞ്ചേരി മത്തനങ്ങാടിയിലായിരുന്നു സംഭവം. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ മദ്യം സൂക്ഷിച്ചുവെച്ച് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത്. എക്സൈസ് സംഘത്തെ കണ്ടതോടെ പ്രതി ഓട്ടോറിക്ഷ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സിവിൽ എക്സൈസ് ഓഫീസർ ജിതിനെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത്. ജിതിന് സാരമായി പരിക്കേറ്റു. തുടർന്ന് ഉദ്യോഗസ്ഥർ സാഹസികമായാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. സംഭവ സ്ഥലത്തു നിന്നും മദ്യവും ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് രാവിലെ 8ഓടെ തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാടുപിടിച്ചു കിടക്കുകയാണ്. വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. പുക വ്യാപിച്ചതോടെ ഇന്നർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതീവ സുരക്ഷാ മേഖലയായതിനാൽ അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല. കാട് കത്തിയമർന്നതോടെയാണ് മാലിന്യശേഖരം വെളിച്ചത്തായത്. ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലമാണിത്. ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണ്. ഈ പരിസരത്ത് സാമൂഹ്യവിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മാലിന്യം 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ S ബിജു സ്ഥലം ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് സ്ഥലത്തെത്തി സ്ഥലം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ 3 വൃദ്ധരായ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. 4 വർഷം മുമ്പ് ഇവരുടെ വീടും ഭൂമിയും ഗുരുവായൂരപ്പന് എഴുതി നൽകിയിരുന്നു. പിന്നീട് ഇവർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വൃദ്ധ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ തിരിച്ചുപോയത്. എല്ലാം ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ച് ശിഷ്ടകാലം അരികിൽ തന്നെ കഴിയാമെന്ന അവസ്ഥയിൽ നിന്നും ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം ദേവസ്വം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായി. ജയരാജ് ഗുരുവായൂർ, P ശ്രീനാരായണൻ, ശ്രീദേവി ബാലൻ, A ബാബുരാജ്, V മുരളി, രാജു P നായർ എന്നിവർ സംസാരിച്ചു. ലീഡർ K കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ലീഡർ K കരുണാകരൻ സ്മാരക പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവും ex-MLA-യുമായ തേറമ്പിൽ രാമകൃഷ്ണന് നൽകും. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആൽത്ര ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ സമർപ്പിക്കും.
DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ഒ അബ്ദുറഹ്മാൻ കുട്ടി, PT അജയ് മോഹൻ, IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിൽ CPIയെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ചു. വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിനായി ഗ്രാമസഭാ യോഗങ്ങൾക്ക് മുന്നോടിയായി ചേരുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിന്നും പഞ്ചായത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പങ്കെടുപ്പിക്കാത്തത് ചില നിഷിദ്ധ താൽപര്യങ്ങളെ മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ഏകാധിപത്യ സമീപനമാണ് കാണിക്കുന്നത്. ഇത്തരം സമീപനങ്ങൾ ജനാധിപത്യ രീതിക്ക് നിരക്കാത്തതാണെന്നും ഈ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ, ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ വികസന രേഖ തയ്യാറാക്കുന്നതിനായി വിളിച്ചു ചേർത്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് CPIയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിക്കുന്നു. നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ CPI നിർണായകമായ പങ്കുവഹിച്ചിരുന്നതാണ്. പുതിയ ഭരണസമിതി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താൽപ്പര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ശക്തമായ പ്രതിഷേധം നടത്തുവാൻ കാട്ടകമ്പാൽ CPI ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. അണ്ടത്തോട് തഗ്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വാർഷികാഘോഷം കളേഴ്സ് 2K26 സംഘടിപ്പിച്ചു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് MV ഹൈദരാലി അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, വാർഡ് മെമ്പർ സലീന മൊയ്തീൻ, ട്രസ്റ്റ് അംഗങ്ങളായ AM അലാവുദ്ദീൻ, V മായിൻകുട്ടി, സക്കരിയ, കോളേജ് പ്രിൻസിപ്പാൾ ജസീൽ റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിവിധ മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാപ്പിളപ്പാട്ട് താരം റൈഹാന മുത്തു സംഘത്തിന്റെ ഇശൽ വിരുന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,850 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.